നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കോട്ടയം നഗരസഭയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമായ മുപ്പായിക്കാടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മുപ്പായിക്കാട് നമുക്കൊന്ന് കാണാം. മുപ്പായിക്കാട് എന്ന പ്രദേശത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറയേണ്ടതും കാണിക്കേണ്ടതും മണിപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജാണ്. മുപ്പായിക്കാടിൻ്റെയും സമീപ പ്രദേശങ്ങളായ മൂലേടം, കടുവാക്കുളം, കൊല്ലാട് എന്നീ പ്രദേശങ്ങളുടെയും വികസനത്തിന് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് വളരെ പങ്കുവഹിക്കുന്നു. റോഡുകളും പാലങ്ങളും ആണല്ലോ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ഓവർ ബ്രിഡ്ജ് നാടിന് ലഭിച്ചത്. ഇവിടെ നിന്നുമാണ് മണിപ്പുഴ ഈരേക്കടവ് ബൈപ്പാസ് റോഡ് തുടങ്ങുന്നത്. മണിപ്പുഴ കവലയാണ് ഈ കാണുന്നത്. MC റോഡിൽ നിന്നും നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്കും ദിവാങ്കവലയിലേക്കും ഒക്കെ തിരിയുന്ന റോഡാണിത്. 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ എത്താം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ദിവാങ്കവലയിലേക്കാണ്. ദിവാങ്കവലയിൽ നിന്ന് രണ്ട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ഒന്ന് മുപ്പായിക്കാട്ടേക്കും, ഒന്ന് കടുവാക്കുളത്തേക്കും. കോട്ടയം നഗരസഭയുടെ ഭാഗമാണ് മുപ്പായിക്കാട്. കോട്ടയം നിയമസഭാ മണ്ഡലമാണ്. കോട്ടയം ലോകസഭാ മണ്ഡലമാണ്. കോട്ടയം ടൗണിൽ നിന്നും 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ മുപ്പായിക്കാട്ട് പ്രദേശങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഇതാണ് മൂലവട്ടം പോസ്റ്റ് ഓഫീസ്. മുപ്പായിക്കാട് പ്രദേശത്തെ പോസ്റ്റ് ഓഫീസ് ഇതാണ്. ഇവിടെ നിന്നാണ് ലെറ്റർ കൊടുക്കുന്നത്. ഇതാണ് അമൃത ഹൈസ്കൂള്. മുപ്പായിക്കാട്, മൂലവട്ടം, കൊല്ലാട് സമീപ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക മുതിർന്നവരും ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സ്കൂള് 1931 സ്ഥാപിതമായത്. മൂലേടം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന പേരിലും അറിയപ്പെടുന്നു. സ്ഥാപകൻ മങ്കൊമ്പ് നാരായണപിള്ളയാണ്. 1950 കാലഘട്ടങ്ങളിൽ ഈ സ്കൂള് ഹൈസ്കൂളായി അംഗീകാരം ലഭിച്ചു. മാനേജ്മെൻറ്റുകളുടെ മാറ്റങ്ങളനുസരിച്ച് VA മാത്തൻസ് ചിന്മയ ഹൈസ്കൂൾ എന്ന പേരുകൾ വന്നു. 2010 മുതൽ കൊല്ലം അമൃതാനന്ദമയി മഠം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്കൂള്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ സർക്കാർ അംഗീകൃത വിദ്യാലയമാണിത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും വിശാലമായ കളിസ്ഥലങ്ങളും ഈ സ്കൂളിനുണ്ട്. ചിന്മയ സ്കൂളിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മുപ്പായിക്കാട് LP സ്കൂൾ. 1936 ഈ സ്കൂള് ഈ സ്ഥലത്തേക്ക് മാറ്റിയത്. ആശാൻ പള്ളിക്കടം എന്ന പേരിലും അറിയപ്പെടുന്നു. ഓലപ്പള്ളിക്കടം എന്ന പേരിലും. കൈതക്കാട്ടുകാരുടെ ഭവന അങ്കണത്തിലാണ് ഈ സ്കൂള് ആദ്യമായി ആരംഭിച്ചത്. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന സ്ഥലത്തേക്ക് 1936 സ്കൂള് മാറ്റി. 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഈ പ്രദേശത്തിലെ മിക്ക മുതിർന്നവരും ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. മുപ്പായിക്കാട് LP സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടുകാരനായ DH ഡേവി 1893 ലണ്ടനിൽ നിന്ന് എത്തുന്നതാണ് നാട്ടകം ഗസ്റ്റ് ഹൗസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം. ആലപ്പുഴയിലുള്ള ഡറാമിൽ എന്ന കയർ ഫാക്ടറിയുടെ മാനേജരായി ചാർജ് എടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. 1925 കയർ ഫാക്ടറിയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചതിന് ശേഷം ഡേവി കോട്ടയം ദേവലോകത്തടുത്തുള്ള കൈലാസം എന്ന സ്ഥലത്തെത്തി. അവിടെ താമസിച്ച് നാട്ടകം മണിപ്പുഴയ്ക്കടുത്ത് ഉപ്പായിക്കാട് എന്ന സ്ഥലത്ത് ഈ സ്ഥലത്ത് 8.5 ഏക്കർ സ്ഥലം വാങ്ങി. ആ സ്ഥലത്ത് 3 വർഷം കൊണ്ട് ഒരു ബംഗ്ലാവ് പണിതു. ഇന്ന് ദിവാങ്കവല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നും ബംഗ്ലാവ് വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിക്കാനായി സ്ഥലം വാങ്ങി. ഈ ബംഗ്ലാവാണ് ഇന്നത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസ്. സായിപ്പ് എന്ന നാട്ടിൽ പരക്കെ അറിയപ്പെടുന്ന ദേവിയോടൊപ്പം മദാമ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ദിവാനായിരുന്ന സർ CP രാമസ്വാമിയും ഈ ബംഗ്ലാവിലെ ഒരു വിശിഷ്ട അതിഥിയായിരുന്നു.
ബംഗ്ലാവിലേക്ക് തിരിയുന്ന കവലയ്ക്ക് ഇപ്പോഴും ദിവാൻ കവല എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുപ്പായിക്കാട് പ്രദേശങ്ങളിൽ നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഇത്. സൂര്യൻ അസ്തമിക്കുന്നത് ഈ കുന്നിൻ മുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന മനോഹരമായ കാഴ്ചകളാണിത്. മുപ്പായിക്കാടിൻ്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ലക്ഷ്മീപുരം പാലസ് ഹെറിറ്റേജ് നിർമ്മിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. കോട്ടയം പട്ടണം, കൊല്ലാട്, ദേവലോകം ഈ പ്രദേശങ്ങളൊക്കെയും ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാഴ്ചയ്ക്ക് വളരെ കുളിർമ നൽകുന്ന ഒരു പ്രദേശമാണ് ഇത്. മുപ്പായിക്കാടിൻ്റെ എല്ലാ പ്രകൃതി ഭംഗികളും കാണുന്നതിന് ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നും ഈ പ്രകൃതി ഭംഗി വീഡിയോയിൽ പകർത്താൻ എന്നെ അനുവദിച്ച ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്തെ അറിയിക്കുകയാണ്. ഇവിടെ എത്തുന്നതിനുള്ള ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുപ്പായിക്കാട് പ്രദേശത്തിൻ്റെ ഒരു സ്വത്ത് തന്നെയാണ് മുപ്പായിക്കാട് പബ്ലിക് ലൈബ്രറി. 1969 വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിക്ക് 1972 സ്വന്തമായ സ്ഥലവും കെട്ടിടവും സ്വന്തമാക്കുവാൻ കഴിഞ്ഞു. ചെറിയൊരു വീട് 10 രൂപയ്ക്ക് വാടകയ്ക്ക് ആരംഭിച്ച് ഒക്ടോബർ 2-ാം തീയതി ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 16-ാം തീയതി ലൈബ്രറിയുടെ പ്രവർത്തനവും ആരംഭിച്ചു. 1969 വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിക്ക് 1972 സ്വന്തമായ സ്ഥലവും കെട്ടിടവും സ്വന്തമാക്കാൻ കഴിഞ്ഞു. 1972 ജൂൺ മാസം 6-ാം തീയതി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 1978 നവംബർ 5-ന് പുതിയ കെട്ടിടത്തിൻ്റെ സ്ഥലത്ത് രജിസ്ട്രേഷൻ നടത്തുകയും കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്തു. 1979 ഫെബ്രുവരി മാസം 18-ന് പുതിയ കെട്ടിടം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇതാണ് പുന്നക്കൽ ചുങ്കത്തയിലേക്കുള്ള റോഡ്. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുന്നക്കൽ ചുങ്കത്തയിലേക്കുള്ള റോഡാണ്. ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാൽ കഞ്ഞിക്കുഴിയിലെത്താം. കൊടൂരാറിൻ്റെ തീരത്തൂടെയുള്ള അതിമനോഹരമായ റോഡാണ്. ഈ റോഡ് ഇവിടെ വന്നതുകൊണ്ട് ഈ പ്രദേശത്തെ വൻ വികസനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഞ്ഞിക്കുഴിയിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ എത്തുവാൻ സാധിക്കുന്നുണ്ട്. 1 കിലോമീറ്റർ റോഡാണ്. പുന്നക്കച്ചുങ്കം കളത്തിക്കടവ് റോഡ് 1 കിലോമീറ്ററോളം ഉണ്ട്. ഇത് ആറിൻ്റെ തീരത്താണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇപ്പോഴേ നമ്മൾ കാണാൻ പോകുന്നത് പുന്നക്കച്ചുങ്കം കൊടൂരാറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുന്ന് ഒരു വഴി ഇപ്പോഴേ പ്രപ്പോസലുണ്ട്. പുതിയൊരു വഴി ഇവിടുന്ന് വരുവാണ്. ദേവലോകത്തേക്ക് വന്ന് കയറുന്ന രീതിയിലേക്കുള്ള ദേവലോക അടിവാരത്തേക്ക് വന്ന് കയറുന്ന ഒരു വഴി ഇവിടെ എല്ലാ പ്രപ്പോസലും പോയിട്ടുണ്ട്. ഇപ്പോൾ മണ്ണ് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആ വഴി കൂടെ വരുമ്പോൾ ഈ പ്രദേശം കൂടുതൽ വികസിക്കുമെന്ന് തോന്നുന്നു. ഇതാണ് കളത്തിക്കടവ് പാലം. ഈ പാലത്തിൻ്റെ കളത്തിക്കടവ് പുന്നക്കച്ചുങ്കം റോഡ് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാവുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയം ഒരു 7 മണിയാണ്. 1 കിലോമീറ്റർ ഉണ്ട്. ഇത് ഈ റോഡിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ വന്ന് നിന്നാൽ ആൾക്കാർക്ക് വിശാലമായ കണ്ടവും തീരവും മനോഹരമായ കാറ്റും എല്ലാം ഇവിടെയുണ്ട്. ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കെയു നഗറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.